ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഗ്രാൻഡിയുടെ നൈറ്റ്മെയർ മോഡാണ്. അപ്പോൾ ഞാനൊരു പോൾ ഇട്ടായിരുന്നു. ആ പോളിൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് ഗ്രാൻഡിയുടെ നൈറ്റ്മെയറിനാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡേ 1 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഗ്രാനയുടെ വീട്ടിലെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു. പുള്ളിക്കാരത്തി വെറുതെ നമ്മളെ പിടിച്ച് തല്ലി ഇവിടെ കൊണ്ടിട്ടേക്കുവാണ്. എന്ത് കാര്യത്തിനാണെന്ന് അറിയത്തില്ല. നമുക്കാ തന്നെ ഈ വേസ് എടുക്കാം. ഈ ഗ്രാനി എവിടുന്നാ വരുന്നതെന്ന് അറിയട്ടെ. നമുക്കിവിടെ ഒരു ഫോട്ടോ തട്ടി താഴെ ഇടാം. ഏത് സൈഡിൽ നിന്നാ സ്പോണാവുന്നതെന്ന് അറിയത്തില്ല. എവിടുന്നാവന്നെ? ഇതെന്നെ ഗ്രാനി ഇല്ല. ഗ്രാനി ഇല്ല ഇവിടെ. ഗ്രാനി എവിടെയാന്ന് അറിയത്തില്ല ഗൈസ്. ഗ്രാനിനെ കാണാനില്ല. എവിടെയാണ് ഈ ഗ്രാനി? ചെവിയുടെ കേൾവി പോയോ? നമ്മളോട് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണുണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. എവിടെയാണിത്? ഗൈസ് കണ്ട് ഗ്രാനിനെ. ഓക്കെ, നമുക്ക് ഗ്രാനിനെ പറ്റിക്കാം. നമുക്ക് ഇതിലെ ഒന്ന് പോയിട്ട് അതിലെ കയറാം. ഓക്കെ, ഇതേ നമ്മുടെ ബുക്ക് ഇവിടെ ഇരിക്കണുണ്ട്. ഈ ഗ്രാനിനെ ഒന്ന് പറ്റിക്കണം. ഗ്രാനി ആണ്ട വന്നു. എൻ്റെ പൊന്ന് ഗൈസ്, നമ്മുടെ വെടി തീർന്നേനെ ഇപ്പം. ഓക്കെ, നമുക്ക് മേളിലേക്ക് പോവാം. മേളിലേക്ക് പോയിട്ട് നമുക്ക് ആ പ്ലാങ്ക് ഒന്ന് ഗ്രാനിനെ കൊണ്ട് തന്നെ താഴത്തേക്ക് ഇടിക്കണം. ഓക്കെ, നമ്മൾ പ്ലാങ്ക് താഴത്തേക്ക് ഇടാനായിട്ട് നമ്മൾ ആ ബൊമ്മേനെ താഴത്തേക്ക് ഇടാൻ മറന്നുപോയി. ഗ്രാനി ആ ശബ്ദം നോക്കാൻ വരുമ്പോഴത്തേക്ക് അത് തട്ടി താഴെ ഇടും. കണ്ടോ? ഇതാണ് സഹിക്കാൻ പറ്റില്ലാത്തത്. ഇവിടെ കുറെ നേരം നോക്കി വെക്കും. നമ്മുടെ നൈറ്റ്മെയറിന്റെ ഗ്രാനി നമ്മുടെ നോർമൽ ഗ്രാനിനെ കഴിഞ്ഞു. എന്നാ നോക്കിക്കടേ. ഇതേ അവിടെ ചിരിച്ചോണ്ട് നോക്കി നിൽക്കണു. ഇടയ്ക്ക് തല താഴത്തേക്ക് കുനിക്കുന്നു. വീണ്ടും തട്ടിയിടാൻ നോക്കുന്നു. ആണ്ടേ, ഇപ്രാവശ്യം മൈൻഡ് ചെയ്തില്ല അത്. എന്തായാലും നന്നായി. നമുക്കതൊന്നും കൂടെ താഴെ ഇടാം. ഓക്കെ, നമ്മൾ ഡ്രോപ്പ് ചെയ്തു. എന്ന് പെട്ടെന്ന് വരുമായിരുന്നെങ്കിൽ. ഓക്കെ, ഇതേപോലെ വടിയും പിടിച്ചോണ്ട് ആ താഴെ ഇടുമായിരുന്നെങ്കിൽ. ഓക്കെ, അത് താഴെ ഇട്ടിട്ടുണ്ട്. 3 താഴെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, 2 പുള്ളിക്കാരത്തിൻ്റെ തലയിലേക്ക് വീണു. അവിടെ നോക്കിയിരിക്കുവാണ് നമ്മൾ എവിടെയാണെന്ന്. എന്തായാലും ഇതിനെക്കൊണ്ട് ഇങ്ങനൊരു ഉപകാരമുണ്ട്. ഇത് 100% വർക്കിംഗ് ആണ് ഗൈസ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഹാമറില്ലാതെ തന്നെ നമുക്ക് ഈ പ്ലാൻ കഴിച്ചെടുക്കാം. പക്ഷെ ഇത് വേറൊരു സ്ഥലമില്ല, അവിടെ വർക്കാകത്തില്ല. നമ്മുടെ ആന്റലീനയുടെ ഫോട്ടോ വെച്ചേക്കണ റൂമിലെ ഒരു പ്ലാൻ കളിച്ച് വെച്ച സ്ഥലമില്ല, അവിടെ അത് വർക്കാകത്തില്ല. ഈ സ്ഥലത്ത് മാത്രം. ഓക്കെ, നമ്മളെ നോക്കി നിൽക്കുകയാണ് ഗ്രാനി. ഓക്കെ, നമ്മളോട് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നുണ്ടോ? വീണ്ടും അവിടെ പോയി നോക്കിക്കണു. എന്നെ അതിന് പറ്റിയ ശരിക്കും പറഞ്ഞ. ഇത് പെട്ടെന്ന് പോവുന്നു. ഇപ്പൊ തട്ടി താഴെ ഇടും. അത് പോയിട്ടുണ്ട്. കുറച്ച് കൂടെ എവിടെ പോയി നമ്മുടെ വേസ്. ശബ്ദം ഉണ്ടാക്കാതെ വേണം പോകാനായിട്ട്. ഓക്കെ, ഈ ശബ്ദം ഉണ്ടാക്കാം. ഇത് തട്ടി താഴെ ഇടണം. എന്നിട്ട് വേണം നമുക്ക് ഗ്രാൻഡിനെ പുകച്ചു കൊല്ലാനായിട്ട്. ഓക്കെ, വരൂ.
ഗ്രാനി വരൂ, ഞാനിവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് താഴത്തേക്ക് പോവാം. ഗ്രാനിനെ പുകച്ചു കൊല്ലാം. വെപ്പണമൊന്നും ഇല്ലാത്തപ്പോൾ ഇതല്ലേ വഴിയുള്ളൂ. പിന്നെ ഇത് ഏതാ മാപ്പെന്നറിയണം. ഈ ഗ്രാനിയുടെ സ്യൂവർ സ്കേപ്പ് കളിച്ച് ഇല്ല, മാപ്പെല്ലാം കാണാപ്പാടമായിട്ടുണ്ട്. സ്യൂവർ സ്കേപ്പിൻ്റെ ഐറ്റംസ് മാത്രം. നമ്മൾ സ്യൂവർ സ്കേപ്പ് ചെയ്യാനാണ് ഉദ്ദേശിച്ചേക്കണത്. എനിക്കറിയാം എപ്പോഴും സ്യൂവർ സ്കേപ്പ് കളിച്ചാൽ ബോറാകും. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഡോർ എസ്കേപ്പ് ചെയ്യാം. അടുത്ത ഗ്രാനി വീഡിയോയിൽ. ഗ്രാനിയുടെ കാല് പോലെ തോന്നി. ഗ്രാനി ഇറങ്ങി വരുന്നുണ്ട്. ഓക്കെ, ഗ്രാനീനെ പൂട്ടണം, എന്നിട്ട് പുകയ്ക്കണം. ഓക്കെ, നമ്മൾ പൂട്ടിയിട്ടുണ്ട്. നമുക്ക് കയറിപ്പോവാം. ഏതെങ്കിലും ഐറ്റം എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഏതെങ്കിലും സൂവർ സ്കേപ്പായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഐറ്റം കണ്ടു കിട്ടിയാൽ അവിടെ എന്തോ ഇരിക്കുന്നുണ്ടല്ലോ. കാർ ബാറ്ററി. അപ്പോൾ ഇത് മാപ്പ് 2 ആണ്. ഓക്കെ, ഗ്രാനി ചത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കാർ കീ ഉണ്ടെങ്കിൽ ഓക്കെ. കാറിനകത്ത് വെപ്പൺ കീ ഉണ്ട്. വെപ്പൺ കീ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രീസ് ട്രാപ്പ് എടുക്കാമല്ലോ. ഫ്രീസ് ട്രാപ്പ് വെച്ചാണ് ഗ്രാനിനെ ട്രാപ്പ് ചെയ്യാൻ ഏറ്റവും എളുപ്പം. നമ്മൾ ഗ്രാനിയുടെ സീക്രട്ട് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുന്ന് പോയി വെപ്പൺ എടുക്കണം. പണ്ട് എലി ഈ നൈറ്റ് മെയറിൽ നമ്മളൊരു പൊട്ടത്തരം കാണിച്ചു. നമ്മൾ കാർക്കി വെച്ച് വെപ്പൺ സേഫ് തുറക്കാൻ വന്നിരിക്കുകയാണ്. നമ്മളത് ശ്രദ്ധിച്ചില്ല ഏതാണ് കീ എന്ന്. ഓക്കെ, നമ്മൾ കാറിൻ്റെ ട്രങ്കിൽ നിന്ന് നമുക്ക് ആ വെപ്പൺ കീ എടുക്കണം. ഓക്കെ, അതിലെ വെപ്പൺ കീ. ഇനി നമുക്ക് പോയി ആ വെപ്പൺ സേഫ് തുറക്കണം. ഇതിലെ പോയി ആ വെപ്പൺ സേഫ് തുറന്നിട്ട് ഫ്രീസ് ട്രാപ്പ് എടുക്കാം. കാരണം ഗ്രാനിനെ പറ്റിക്കാനായിട്ട് ഏറ്റവും എളുപ്പം അതാണ്. ഓക്കെ, നമ്മുടെ എലി പോകും. എലിയല്ല, എലി ചാത്തനാണ്. നമുക്ക് ക്രോസ് ബോ ആൻഡ് ട്രാങ്കുലൈസർ ഡാർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയ ഫ്രീസ് ട്രാപ്പ് തുറക്കാം. ഫ്രീസ് ട്രാപ്പുള്ള റൂം തുറക്കാം. ഓക്കെ, ഇവിടെ കാക്കയുടെ കൂട്ടിൽ റെസ്റ്റി പാഡ്ലോക്കി. ഓക്കെ, നമ്മുടെ സ്പെഷ്യൽ റൂമിലാണ് നമ്മുടെ കാക്കയുടെ തീറ്റ ഇരിക്കണത്. ഓക്കെ, നമുക്ക് ഇത് ഷൂട്ട് ചെയ്തത് തുറക്കണം. നമ്മൾ തുറന്നിട്ടുണ്ട്. ഇനി ഫ്രീസ് ട്രാപ്പ് എടുക്കണം. സ്പൈഡറിന് കൊടുക്കാനുള്ള മീറ്റ്. ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തായിരുന്നു നമ്മുടെ സ്പൈഡറിനെ എങ്ങനെ ഗ്ലിച്ചടിപ്പിക്കുക എന്നുള്ളത്. നിങ്ങൾ കണ്ടു നോക്കുക ഫ്രണ്ട്സ്. നമുക്കിവിടെ കൊണ്ടുപോയി ഈ ഫ്രീസ് ട്രാപ്പ് ഇടാം. ഗ്രാനിയിൽ അലർട്ട് ചെയ്യാം. വെപ്പൺ കീ താഴെയിട്ടുണ്ട്. ഗ്രാനി റീസ്പോൺ ആയിരുന്നു. 2 മിനിറ്റ് പോകാതെ അറിഞ്ഞില്ല. ഓക്കെ, നമ്മൾ ഗ്രാനിനെ വീട് 2 മിനിറ്റത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്പെഷ്യൽ കീ വേണം. സ്പെഷ്യൽ റൂമിലാണ് നമ്മുടെ കാക്കയുടെ തീറ്റ ഇരിക്കണത്. ഇവിടുന്ന് എടുത്ത് ചാടിയിട്ടുണ്ട്. ആ പ്ലേ ഹൗസിലേക്ക് പോകാനായിട്ടൊരു ക്രൗച്ച് ഏരിയ ഇല്ലേ, അവിടെ ആയിരിക്കും നമ്മുടെ സ്പെഷ്യൽ കീ ഉള്ളത്. ഓക്കെ, നമ്മുടെ സ്പെഷ്യൽ കീ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തുകൊണ്ട് പോയിട്ട് സ്പൈഡറിൻ്റെ റൂമിൽ വെക്കാം. കൂടെ ഫ്രീസ് ട്രാപ്പും കൊണ്ടുപോകാം. ഫ്രീസ് ട്രാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഗ്രാനീനെ ഉറക്കാമല്ലോ. നമുക്കിതുകൊണ്ട് ഡോറിലേക്ക് കൊണ്ടുവെക്കാം. എന്നേരപ്പത്തേക്ക് എഴുന്നേക്കില്ലെന്നാണ് തോന്നണത്. എലിച്ചാത്തൻ. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. സ്പൈഡറിനെ ഗ്ലിച്ചടിപ്പിക്കണം എങ്ങനെയത് കണ്ടോ. നമുക്ക് ബേഡ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ അധികം നേരം നിൽക്കല്ലോ, ഓടിക്കണം. അല്ലെങ്കിൽ സ്പൈഡർ പെട്ടെന്ന് തന്നെ കണ്ടോ, അതൊന്ന് അനങ്ങിയത് കണ്ടോ, പെട്ടെന്ന് തന്നെ വരും. നമുക്കിത് കൊണ്ടായി കാക്കയ്ക്ക് കൊടുക്കാം. എലിച്ചാത്തൻ. നമുക്കിത് കൊണ്ടുപോയിട്ട് കാക്കയ്ക്ക് കൊടുക്കാം. നമ്മൾ വെച്ച ഫ്രീസ് ട്രാപ്പ് ഇരിക്കണുണ്ടോ, ഇത് നമ്മൾ കാക്കയ്ക്ക് ഇട്ട് കൊടുക്കണം. അന്നേരം കാക്ക റെസ്റ്റി പാഡിലൊക്കെ കീ തരും.
ഓക്കെ, നമുക്ക് റെസ്റ്റി പാഡിലൊക്കെ കീ കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടെ ഗ്രാനീനെ മയക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ഗ്രാനിനെ ഒന്നും കൂടെ ട്രാപ്പിൽ വീഴ്ത്താൻ പോവുകയല്ല. പറഞ്ഞിരുന്നതിന് മുമ്പ് ഗ്രാനി അതിനകത്ത് വന്ന് വീണു. ഓക്കെ, നമുക്കപ്പോൾ സ്യൂർ എസ്കേപ്പിനുള്ള ആദ്യത്തെ എലിച്ചാത്തനല്ല, ആദ്യത്തെ ഐറ്റമായി. ഇനി നമുക്ക് വേണ്ടത് ചെയിൻ കട്ടറാണ്. നമ്മുടെ സേഫിലാണെന്നാണ് തോന്നണത്. നമുക്കിനി പോയ വെപ്പൺ എടുക്കണം. ക്രോസ് ബോൺ, ട്രാങ്കുലൈസർ ഡാട്ടും. അത് വെച്ചൊരു കളിയുണ്ട്. കളി എന്ന് പറഞ്ഞാൽ സ്ക്രൂ ഡ്രൈവർ. ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുക്കുക, നമ്മുടെ സേഫ് കീ എടുക്കുക, എന്നിട്ട് ചെയിൻ കട്ടർ എടുക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു ട്രാങ്കുലൈസർ ഡാർട്ട് എടുക്കണം. നമ്മുടെ വുഡൻ സ്റ്റിക്കിന് നമ്മുടെ ഓൾഡ് ഹൗസിൽ അവിടെ ആയിരിക്കും നമ്മുടെ വുഡൻ സ്റ്റിക്ക് ഉള്ളത്. അപ്പോൾ ഹാമർ സ്പൈഡർ സെല്ലാറിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് സ്പൈഡർ സെല്ലാറിലേക്ക് ഇറങ്ങണം. നമുക്ക് ഈ സാധനം തട്ടി താഴെ ഇടണം. ഓക്കെ, നമ്മൾ സ്ക്രൂ ഡ്രൈവർ താഴെ ഇട്ടിട്ടുണ്ട്. സ്ക്രൂ ഡ്രൈവർ എടുക്കുക. ഓക്കെ, സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയി സേഫ് കീ എടുക്കണം. സേഫ് കീ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സേഫ് തുറക്കാൻ സാധിക്കും. സേഫ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയിൻ കട്ടർ കിട്ടും. നമുക്ക് പോയി സേഫ് തുറക്കാം. സേഫിൽ നിന്ന് ചെയിൻ കട്ടർ കിട്ടും നമുക്ക്. കണ്ടില്ലേ, ഞാൻ എഴുന്നേറ്റു. എത്ര സമയം പോണ അറിയത്തില്ല. 2 മിനിറ്റൊക്കെ പെട്ടെന്നാണ് പോണത്. നമുക്കൊന്നും കൂടെ ഫ്രീസ് ട്രാപ്പ് ഉപയോഗിച്ച് ഗ്രാനീനെ അലേർട്ട് ചെയ്യാം. എന്നിട്ട് ഫ്രീസ് ട്രാപ്പിലേക്ക് വീഴ്ത്താം. ഫ്രീസ് ട്രാപ്പ് എടുക്കുന്നു, താഴെ ഇടുന്നു. ഇനി ചെയിൻ കട്ടർ താഴത്തേക്ക് ഇടുന്നു, ശബ്ദം ഉണ്ടാക്കുന്നു. ഗൈസ്, നമ്മൾ ഗ്രാനീനെ ഒറ്റ പ്രാവശ്യം കൂടി കൊന്നിട്ടുണ്ട്. ഗ്രാനി വീണ്ടും ഒന്ന് മാറിക്കേ, 2 മിനിറ്റ് കളയല്ലേ. ഓക്കെ, നമ്മൾ ഗ്രാനീനെ തകർത്തു. ഇനി നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് താഴെ ഇടണം. സ്പൈഡർ സെല്ലാറിൻ്റെ അവിടെ വന്നിട്ട് ബുക്ക് എടുത്തുകൊണ്ട് തിരിച്ചു വരണം. എന്നിട്ട് ആഞ്ചലീനെ ഫ്രീ ചെയ്യണം. സ്പൈഡർ കീ എടുക്കണം. എന്നിട്ട് അവിടുന്ന് പോയി ഹാമർ എടുക്കണം. ഒരുപാട് ജോലിയുണ്ട്. ഇവിടെ അല്ല നമ്മുടെ ബുക്ക് ഇരിക്കണത്. ഈ ബുക്ക് എടുത്തുകൊണ്ട് പോയിട്ട് ആഞ്ചലീനെ തന്നെ ഫ്രീ ചെയ്യണം. അന്നേരം അത് മറ്റേ സാധനം തുക്കില്ലേ, സ്പൈഡർ കീ. ഓക്കെ, ആഞ്ചലീനെ കൂട്ടിട്ടേക്കണ റൂം തുറക്കാൻ. എനിക്കൊരു കാര്യം രസമായി, ഗ്രാനി എന്തിനാ ഗ്രാനിയുടെ മോളെ ഇങ്ങനെ കെട്ടി തൂക്കിട്ടേക്കണെന്ന്. അത് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഈ ഫ്രീസ് ട്രാപ്പ് എടുത്തുകൊണ്ടിരിക്കാം. ഗ്രാനി എന്തായാലും എഴുന്നേക്കില്ല. എന്നാലും എൻ്റെ ഒരു മനസുഖത്തിന് ഇട്ടുകൊണ്ടിരിക്കാം. കാരണം നമ്മൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇത് നമ്മുടെ ഗ്യാരേജിൻ്റെ അവിടെ കൊണ്ടിടാം. കാരണം ഗ്യാരേജിൻ്റെ അവിടെ ഇടുവാണെങ്കിൽ നമ്മുടെ സ്പൈഡർ സെല്ലാറിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഗ്രാനിയിലേക്ക് വീണോളില്ലേ. നമ്മളത് അവിടെ കൊണ്ടിടുമ്പോഴത്തേക്ക് എഴുന്നേക്കും. അത് എന്തായാലും അതിനെ കൊന്നിട്ട് സ്പൈഡർ സെല്ലാറിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ ഗ്രാനിയുടെ മോൾ ഇഴഞ്ഞഴഞ്ഞ് വരുന്നുണ്ട്. മേളിലത്തെ നിലയിലേക്ക് പോയിട്ട് താഴത്തേക്ക് ഇടാം, ശബ്ദം ഉണ്ടാക്കാം. ഓക്കെ, താഴെ ഇട്ടുണ്ട്. നമുക്ക് എന്തായാലും ഗ്രാനിനെ തീർത്തിട്ടേ പോകണുള്ളൂ. ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. ഗൈസ്, നമ്മൾ ഗ്രാനിനെ ഒറ്റ പ്രാവശ്യം കൂടെ ഫ്രീസ് ട്രാപ്പിലേക്ക് വീഴ്ത്തിയിട്ടുണ്ട്. ഇതിന് നമുക്ക് കൊണ്ട് ഗ്യാരേജിൻ്റെ അവിടെ കൊണ്ടിടാം. പെട്ടെന്ന് ഈ ചാടിയിട്ടുള്ള എഴുത്തേക്കലാണ് ഗൈസ് സഹിക്കാൻ പറ്റാത്തത്. ഓക്കെ, നമ്മൾ ഏത് വഴിയാണ് പോകുന്നത്? ഓക്കെ, ഇത് നമുക്ക് ഇവിടെ വേണ്ട, ഇവിടെ വെക്കാം. ഒരു ഗ്രാനീനെ കൊല്ലാമല്ലോ നമുക്ക് ഇറങ്ങി വരുന്നത്. നമുക്കിനി സ്പൈഡർ കീ പോയി എടുക്കാം. എന്നിട്ട് സ്പൈഡർ സെല്ലാറിലേക്ക് പോകാം. അതായത് നമ്മളൊന്ന് ഇറങ്ങണതല്ലേ, നമുക്ക് റെസ്റ്റി പാഡ്ലോക്കെയും ചെയിൻ കട്ടറും കൂടെ ഉപയോഗിക്കാം. പിന്നെ ഒരു 100 പ്രാവശ്യം പോകേണ്ട കാര്യമില്ലല്ലോ.
നമുക്ക് ഇതുകൊണ്ട് അവിടെ വെക്കാം. അല്ല, നമ്മൾ അങ്ങനെ അത് തുറക്കണ്ടേ, വെക്കുമല്ലോ. ഓക്കെ, നമ്മൾ അത് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചെയിൻ കട്ടർ താഴത്തേക്ക് വെക്കൂ. ടെസ്റ്റ് പാർലോക്ക് ചെയ്യുമ്പോൾ ഓക്കെ, നമ്മൾ അങ്ങോട്ട് ചാടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിങ്ങോട്ടിടുന്നു, ഇങ്ങോട്ടിടുന്നു, നമ്മളും ചാടുന്നു. നമ്മൾ ഇതിന് ഗ്യാരേജിൽ അവിടെ കൊണ്ടുപോക്കാം. ഗ്യാരേജില്ല, ഇത് ഇവിടെ. റെസ്റ്റി പാഡ്ലോക്കിയും കൂടെ റെസ്റ്റി പാഡ്ലോക്കി കിട്ടിയിട്ടുണ്ട്. കാരണം റെസ്റ്റി പാഡ്ലോക്കിയുടെ പൂട് തുറക്കാം. ഓക്കെ, ആഞ്ചലീന അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, നമ്മളെ മിക്കവാറും കണ്ടോ, അതേ പോയി കീറിയത് നമ്മൾ കണ്ടു. പെട്ടെന്ന് പോയി ചെയിനും കട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ റെസ്റ്റി പാഡ്ലോക്കി ഉപയോഗിച്ചു. പെട്ടെന്ന് പോ. ആഞ്ചലീന വരുന്നതിനിപ്പുറം പോണം. ഇനി ഇത് ചെയിൻ കട്ടർ ഓടിപ്പോകോ ആണ്ട്. എൻ്റെ പൊന്ന് ഗൈസ്, നമ്മളിപ്പോൾ അതിൻ്റെ വായിലേക്ക് കയറിയാണ്. ഓടിക്കോ. അപ്പോൾ അത് കടിക്കും. ഓക്കെ, നമ്മൾ ചെയിനും കട്ട് ചെയ്തിട്ടുണ്ട്. അതെവിടെയാണെന്ന് നമുക്ക് യാതൊരു പിടിയില്ല. നിങ്ങൾ ഇങ്ങോട്ട് വരുമോ? നിൽക്കണു, തിരിച്ചു പോയി. നമ്മളെന്തായാലും ഇപ്പോൾ കാണൂല്ലോ. നമുക്കതിനെ വെട്ടിക്കണം. അത് അങ്ങോട്ട് കയറിപ്പോയി. എന്തായാലും നല്ല കാര്യം. നല്ല കാര്യമല്ല, നമുക്ക് നല്ലത് ഇറങ്ങിപ്പോയിട്ട് ആ ഹാമർ എടുക്കാം. പോകാൻ നിൽക്കണം, ഇങ്ങോട്ട് പെട്ടെന്ന് കയറാം. ഓക്കെ, ഹാമർ എടുത്തിട്ടുണ്ട്. അത് വന്നത് നോക്കി അതേ വന്നു. ഓക്കെ, നമ്മളെ കണ്ടു. ഓക്കെ, നമ്മളെ വായി നോക്കി നിൽക്കുന്നു. പൊക്കോ ഇവിടെ ഒളിച്ചിരിക്കുക. തിരിച്ചു പോയി. എന്തായാലും പൊക്കോട്ടെ. നമുക്കിനി ഗ്യാരേജിലേക്ക് പോകണം. എന്നിട്ട് പോയി ഇനി വുഡൻ സ്റ്റിക്കല്ലേ വെക്കാനുള്ളൂ. എന്തായാലും ഗ്രാനി ഇങ്ങോട്ട് വരും ഈ ശബ്ദം കേട്ട്. ഫ്രീസ് ട്രാപ്പിലേക്ക് വീണോലല്ലോ. കുറച്ച് നേരത്തേക്ക് വെയിറ്റ് ചെയ്യാൻ ഗ്രാനിക്ക് വേണ്ടി. എന്തേ ഗ്രാനി വരാത്ത? നമ്മുടെ കാര്യം മറന്നുപോയോ? ചിരിക്കണുണ്ട്. ഹാമർ ഡ്രോപ്പ് ചെയ്ത് ശബ്ദം ഉണ്ടാക്കാം. ഗ്രാനിയാ പോരെ? ഓക്കെ ഗൈസ്, നമ്മൾ വീണ്ടും ഗ്രാനിനെ ഫ്രീസ് ട്രാപ്പിലിട്ട് ഒന്ന് മാറിക്കാനെ. 2 മിനിറ്റ് വെറുതെ കളയല്ലേ ഗ്രാനി, മാറിക്ക് പോണം. ഓക്കെ, നമ്മൾ അതിൻ്റെ ചെതറിപ്പോയ ശരീരം തട്ടി മാറ്റി നമ്മൾ പോകുന്നു. പെട്ടെന്ന് വുഡൻ സ്റ്റിക്ക് എടുക്കുക, അതും കൂടെ വെച്ചിട്ട് എസ്കേപ്പ് ചെയ്യുക. എലിച്ചാത്തൻ ഊര് മാറ്, എന്നത് കയറ്റി വിടുവോ? ഓക്കെ, നമുക്ക് വുഡൻ സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് പോയി എസ്കേപ്പ് വൈപ്പിനെ അവിടെ കൊണ്ട് വെക്കുക, പണി തീർക്കുക. ഡേ 1 എസ്കേപ്പ് ചെയ്യാനായിരുന്നു പ്ലാനിങ്. പക്ഷേ ഒന്നും ഇത് ഇനി ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ആ സ്പൈഡർ സെല്ലാറിലേക്ക് ചാടണ്ടേ. എലി ഇവിടെ പുക വിട്ടിട്ടുണ്ട്. എലിക്ക് സിഗരറ്റ് വലി ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ചാടി കുറച്ച് സൂക്ഷിക്കണം. നമ്മൾ വീണ്ടും വെള്ളത്തിലേക്ക് ചാടി. ആഞ്ചലീന എവിടുന്ന് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇവിടെ നിന്ന് പയ്യെ നോക്കണം. ഉണ്ട്. എൻ്റെ പൊന്നറിയ
ഓക്കെ ഓക്കെ, കുറച്ചും കൂടെ നമ്മൾ മുന്നോട്ട് പോയായിരുന്നെങ്കിൽ തീർന്നേനെ. ഓക്കെ ഓക്കെ, എനിക്ക് പണി തീർക്കണം. ഓക്കെ, ഇതിൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം എനിക്ക്. ഓക്കെ, അതയില്ലല്ലോ കൊണ്ട് നമുക്ക് ഇതിലെ പോയി രക്ഷപ്പെടാം. അപ്പം നമ്മൾ ഡേ 1 എസ്കേപ്പ് ചെയ്യാൻ പോകണം, ഉറപ്പിച്ചു. ഓക്കെ, നമ്മൾ ലിവറായിട്ട് സ്റ്റിക്ക് വെക്കുന്നു, പൈപ്പ് തുറക്കുന്നു, നമ്മൾ എസ്കേപ്പ് ആകാൻ പോവുകയാണ്. നമ്മൾ ഗ്രാനിയുടെ വീടിനോട് വിട പറയുന്നു. അപ്പോൾ അതേ ഗ്രാനിയുടെ മോളും നമ്മൾ പോകുന്നത് നോക്കി നിൽക്കുകയാണ്. ഗ്രാനിക്ക് ഭയങ്കര സങ്കടമാണെന്ന് തോന്നുന്നു നമ്മൾ പോകുന്നതിന്. അല്ലേ ഗൈസ്, ഇതിൻ്റെ മുഖമാകെ ഈ പിറ്റിയുടെ കളറാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നോടം വരെ ബൈ.